ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ വിചാരിക്കും ഇതെന്താ വേതാളമാണോ എന്നിങ്ങനെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഡൈ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്കൊന്ന് 2 ആഴ്ചയായി ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡൈയൊക്കെ അങ്ങോട്ട് അടിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് ചെയ്ത് നിൽക്കുകയാണ്. എന്താ നമ്മുടെ മൈലാഞ്ചിപ്പൊടി കടിഞ്ചായയിൽ രാവിലെ കുറുക്കിയൊക്കെ വെച്ചതാണ്. അത് ഞാൻ തേച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി കേട്ടോ. തേച്ച് കഴിഞ്ഞ് 1 മണിക്കൂറായി. അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു സംഭവം കൂടെ ചെയ്യണം. നന്നായിട്ട് മുടി കറക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്ക് നരയ്ക്ക് ഒരു ശമനമൊക്കെ ഉണ്ടാകത്തുള്ളൂ. നന്നായിട്ട് എനിക്ക് കളറ് മാറ്റം വന്നായിരുന്നു കേട്ടോ. 2 ആഴ്ചയായില്ലേ വന്നതിന് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് തന്നെ ഇത് കളറ് മാറാനൊന്നും നോക്കിയിരിക്കുകയൊന്നും വേണ്ട കേട്ടോ. അതിന് മുന്നേ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഒരാഴ്ച താമസിച്ച് 2 ആഴ്ചയായില്ലേ. അപ്പോഴേ ഇനി നമ്മൾ ആദ്യം നമ്മുടെ മൈലാഞ്ചിപ്പൊടിയിൽ കടിച്ചായ മിക്സ് ചെയ്ത് നന്നായിട്ട് ഒരു ഉച്ച വരെ ഞാൻ വെച്ചിരുന്നു. എന്നിട്ടൊക്കെ തേച്ച് 1 മണിക്കൂറായി. 1 മണിക്കൂറിന് ശേഷം നമ്മളിത് തേച്ച് വെച്ചിട്ട് ഇനി ഇത് കഴുകിക്കളയണം കേട്ടോ. 1 മണിക്കൂറായി, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കഴുകിക്കളയണം. കഴുകിക്കളഞ്ഞ് മുടി നന്നായിട്ട് അങ്ങ് ഡ്രൈ ആവരുത്. ഇച്ചിരി നനവ് വേണം മുടിയിൽ. ഇച്ചിരി ഒരു നനവോടെ കൂടെ നമുക്ക് അടുത്ത സംഭവം തേച്ച് കൊടുക്കണം. നീലയാമരി, എനിക്ക് പെട്ടെന്ന് തെറ്റിപ്പോകും കേട്ടോ ഇങ്ങനെ പറയുമ്പോൾ. നീലയാമരി പൗഡർ ഞാൻ അതും കടിഞ്ചായയിൽ തന്നെ, കടിഞ്ചായ അല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. അതും ഞാൻ മിക്സ് ചെയ്ത് വെച്ചത്. ചെടി ഇവിടെ കിടക്കുന്നുണ്ട്, ക്ലിയർ അല്ലേ? അതും ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുടി കഴിയിട്ട് വന്ന് മുടി ഒന്ന് തോർന്ന് വരുമ്പോൾ ഇത് നമുക്ക് തേച്ച് കൊടുക്കാം. അതും ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതും ഒത്തിരി സമയമായിട്ട് 1 മണിക്കൂറായി ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് മുടിക്ക് നല്ല കളറ് കിട്ടും, നല്ല കറുത്ത കളറ് നമുക്ക് കിട്ടും കേട്ടോ. ഇത് നമുക്ക് തേക്കാം. ഇത് ഞാനൊന്ന് കഴുകിക്കൊണ്ട് വന്ന് ഇത് മുടി ഒന്ന് തോർന്ന് വന്നതിന് ശേഷം ഇത് നമുക്ക് പുരട്ടി കൊടുക്കാം. അതും അതേപോലെ തന്നെ 1 മണിക്കൂർ നമുക്ക് നിൽക്കണം. നിന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കഴുകി മാറ്റവും നല്ല കളറ് വ്യത്യാസം കിട്ടും കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് തന്നെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചെയ്യുന്നത് കാണിച്ച് തരികയാണ്. അപ്പോൾ ഞാൻ മുടിയൊക്കെ കഴുകിയിട്ട് വരട്ടെ, ഇതൊന്ന് കഴുകി മാറ്റിയിട്ട് വരട്ടെ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോഴും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ മൈലാഞ്ചി തേച്ചത് ഞാൻ കഴുകി മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനി നമ്മുടെ നന്നായിട്ട് മുടി, എൻ്റെ മുടി പെട്ടെന്ന് ഉണങ്ങില്ല, കുറച്ച് മുടിയല്ലേ. ഇനി നന്നായിട്ട് ഉണങ്ങരുത്. ഇച്ചിരി ഒരു നനവ് വേണം കേട്ടോ. ഇച്ചിരി ഒരു നനവോടെ വേണം നമ്മൾ ഇത് പുരട്ടാൻ. അതൊന്ന് ഞാനൊന്ന് ഉണക്കിയൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ. സുപ്പൻ്റെ മുടി കാക്കുണ്ടിൽ പിന്നെ ഉണക്കാൻ വലിയ പാടൊന്നും ഇല്ലെന്നേ, ഇത്തിരിയല്ലേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും നമ്മുടെ മുടി അല്ലേ. ഒരുപാട് നന്നായിട്ടങ്ങ് ഡ്രൈ ആവണ്ട, ഇച്ചിരി ഒരു നനവ് വേണം കേട്ടോ. എന്നാലേ നമ്മുടെ ആ മുടിയിൽ ആ കറുപ്പ് കിട്ടത്തുള്ളൂ. ഇങ്ങനെയും തോർത്തി നമുക്കത് ഉണക്കിയെടുക്കാം. അല്ലെങ്കിൽ ആ വെയിലത്തോട്ടൊന്ന് നിന്നാലും മതി. നന്നായിട്ടൊക്കെ ഒത്തിരി മുടിയുള്ള ആർക്കൊക്കെ ഇച്ചിരി താമസം കാണും കേട്ടോ. അപ്പോൾ ഇച്ചിരി നേരം കൂടെ നിന്നാൽ മതിയെ. ഞാനൊന്ന് ഉണക്കിയെടുത്തോണ്ട് കേട്ടോ. ഉണക്കിയെടുത്തോണ്ട് ഇപ്പം നല്ല തോർന്ന് ഇങ്ങനെ തോർത്തും കൊണ്ടാക്കിയപ്പോൾ ചിങ്ങളൊന്ന് ഉണക്കിയെടുത്തോണ്ട് വരാം കേട്ടോ. അപ്പോഴിതാ എൻ്റെ മുടിയൊക്കെ ഒന്ന് ഉണങ്ങി, നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല, ഒരു നനവുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു നനവുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പുരട്ടേണ്ടത് കേട്ടോ. ഇത് ആ ചെറിയ ഒരു നനവോടെയാണ് നമ്മളിത്. ഇനി ഇത് നീലാമ്പരി പൗഡർ നമ്മൾ മിക്സ് ചെയ്തത് പുരട്ടി കൊടുക്കേണ്ടത്. അപ്പോഴത് പുരട്ടി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ കഴുകി മാറ്റുന്നതൊന്നും കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇനി ഇത് തേച്ച് നമ്മൾ 1 മണിക്കൂർ നിൽക്കണം കേട്ടോ. എൻ്റെ കൈയൊക്കെ കണ്ടോ, ഞാൻ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കത്തില്ല, മൈലാഞ്ചിയൊക്കെ അല്ലേ.
അപ്പോഴേ ഇനിയും ഒരു മണിക്കൂർ നിന്നിട്ട് കഴിയൊക്കെ വരുമ്പോഴത്തേനും ഒത്തിരി താമസിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും മെനക്കേടാണിത്, പക്ഷേ എന്നാലും നമ്മുടെ മുടിക്ക് നല്ല കളറ്, നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ. ഇപ്പോഴും തന്നെ നമ്മുടെ മൈലാഞ്ചി പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിൻ്റെ നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇതും കൂടെ ആകുമ്പോൾ സെറ്റാവും. അപ്പോൾ നമുക്ക് പുരട്ടി കൊടുക്കാം. കൈ കൊണ്ട് തന്നെ ഞാനങ്ങ് പുരട്ടുകയാണ്. നല്ല കളർ കിട്ടും കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഇങ്ങനെ. മറ്റേത് നമ്മൾ ഒരു പ്രാവശ്യം അങ്ങ് ചെയ്താൽ മതി അല്ലേ. ഇത് പക്ഷേ ഇതും സൂപ്പറാണ് കേട്ടോ. അപ്പോഴെല്ലാവരും നമ്മുടെ നാച്ചുറൽ ഡൈ ഒക്കെ വാരി പൂശിക്കോളും മുടിയിൽ കേട്ടോ. എല്ലാം നമുക്ക് ചെയ്യാം. നമ്മുടെ മുടിക്ക് വേണ്ടിയല്ലേ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ തേച്ച് കൊടുക്കുന്നത് അല്ലേ. ഒരു കെമിക്കലും ഇല്ലാതെ മുടിക്കും നമ്മുടെ തലയ്ക്കും ഒന്നും ഒരു കേടുമില്ല ഇങ്ങനെ പുരട്ടുമ്പോൾ അല്ലേ. പിന്നെ നമ്മൾ ക്യാമറയ്ക്കകത്ത് നോക്കി നിന്നുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരിച്ചിരി പാടൊക്കെ ഉണ്ട്, സൂക്ഷിച്ച് നമ്മൾ നോക്കി ചെയ്യാൻ പറ്റില്ല. ഈ ഫ്രണ്ടിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണേ. നമ്മുടെ വണ്ടിയുടെ കണ്ണട ഇവിടെയൊക്കെ ഉള്ളത് നമ്മൾ നന്നായിട്ട് ചെറിയതൊക്കെ നല്ലതായിട്ട് നമ്മൾ തേച്ച് പാട പിടിച്ച പണിയാണിത് കേട്ടോ. എനിക്ക് പിന്നെ കുറച്ച് മുടി ഉള്ളത് കൊണ്ടേ കുഴപ്പമില്ല കേട്ടോ. ഒത്തിരി മുടിയൊക്കെ ഉള്ളവർക്ക് വലിയ പാടാണ് അല്ലേ. എനിക്ക് പിന്നെ കുറച്ച് മുടി ഉള്ളല്ലോ, അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഒരു എവിടെയെങ്കിലും നര വന്നാൽ പിന്നെ ചൊറച്ചിലാണ് മുടിക്ക് കേട്ടോ. ഭയങ്കരമായിട്ട് ചൊറിയും, അതാണ് പ്രശ്നം. അതങ്ങനെയാണ്, നമുക്ക് ഈ നര വരുമ്പോൾ ഭയങ്കര ചൊറിച്ചിലാണല്ലോ അല്ലേ എല്ലാവരും പറയുന്നത്. ചിലർ ശരിക്കും പേനായിരിക്കും. പേനൊന്നും അല്ല കേട്ടോ, പേനൊന്നും അല്ല, നമ്മുടെ മുടിയുടെ നരയ്ക്കുന്നതിൻ്റെ എന്നിട്ടൊരു കവറൊക്കെ ഇട്ടങ്ങോട്ട് നിൽക്കണം. ഞാൻ കവറൊന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഞാൻ കവറൊന്നും ഇടത്തില്ല കേട്ടോ. നിങ്ങൾ ഒത്തിരി മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറേശ്ശെ മുടി ദേ ഇങ്ങനെ ഒന്നെടുത്ത് അങ്ങനെ തേക്കണം കേട്ടോ. ഇത് എനിക്കിപ്പം കുറച്ച് മുടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുറേശ്ശെ മുടി ഇങ്ങനെ എടുത്ത്, ഒത്തിരി മുടിയുള്ളവർ അതേപോലെ കഷ്ടപ്പെടണം കേട്ടോ. ഇങ്ങനെ നീട്ടി കേട്ടോ, ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴിതാ ഫുള്ള് ഞാൻ തേച്ചിട്ടുണ്ട്, ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. ആദ്യം നമ്മുടെ മൈലാഞ്ചി പൊടി കടുംചായയിൽ മിക്സ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സമയം കിട്ടുന്ന 2-3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് തലയിൽ തേച്ച് പിടിപ്പിക്കുക. അത് തേച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നീലയമരി പൗഡർ നന്നായിട്ടൊന്ന് മുടിയൊക്കെ കഴുകി ഉണക്കി, നന്നായിട്ടങ്ങ് ഉണങ്ങേണ്ട, ഇച്ചിരി ഒരു നനവോടുകൂടി നമ്മൾ തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ഈ നമ്മുടെ നീലയമരി പൗഡറും
ഇതേപോലെ കടും ചായയിൽ മിക്സ് ചെയ്ത് വീണ്ടും നമ്മൾ പെരട്ടി 1 മണിക്കൂറോ നിങ്ങൾക്ക് സമയം പോലെ 1 2 മണിക്കൂർ നിന്നാലും നല്ല ഇതാണ് നമുക്ക് കേട്ടോ, നല്ല റിസൾട്ട് നമുക്ക് കിട്ടും മുടിക്ക്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇനിയും 1 മണിക്കൂർ ഞാൻ നിൽക്കേണ്ടി വരുമല്ലോ. അതൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. പക്ഷേ എന്തായാലും നമുക്ക് നല്ല മുടിക്ക് നല്ല കളറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളില്ലേ, നമ്മുടെ മുടിക്കും തലയ്ക്കും ഒരു കേടുപാടും ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. നമുക്ക് ഓരോന്ന് മാറ്റി പിടിപ്പിച്ച് നമുക്ക് നമ്മുടെ നരയൊക്കെ മാറ്റി എടുക്കണ്ടേ. പിന്നെ ഒരുപാട് ദിവസമൊന്നും നിൽക്കത്തില്ല, നമ്മൾ തുടർച്ചയായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. ഒരുപാട് ദിവസം നമ്മൾ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളല്ലേ, ഒരുപാട് ദിവസമൊന്നും നിൽക്കത്തില്ല, നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കണം. നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കാണാമല്ലോ, മുടി എല്ലാവർക്കും കാണാമല്ലോ. നമ്മളല്ലാതെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ മുടിക്ക് നല്ല മാറ്റം കിട്ടും. നമുക്കറിയാം നരയുടെ വ്യത്യാസങ്ങളൊക്കെ. എൻ്റെ ഇവിടെ ഈ സൈഡിലെ ഉള്ളിലൊക്കെ ആയിരുന്നു കേട്ടോ, ഫുള്ള് തേച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ടാറ്റ എല്ലാവർക്കും. കൈ കണ്ടോ, ഞാൻ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കത്തില്ല, ഇങ്ങനെ അങ്ങ് വാരിപ്പരട്ടും കേട്ടോ. ചുപ്പും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ കേട്ടോ. ഓക്കെ, ടാറ്റ.